ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ശൂന്യമായ പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അഥവാ വാങ്ങിപ്പ് പെരുന്നാൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. കന്യകമറിയാം തൻ്റെ ചാർച്ചക്കാരിയായ എലിശബത്തിനെ കാണുവാനായിട്ട് പോകുന്ന ഒരു യാത്ര. നമ്മുടെ ഓരോരുത്തരുടെയും സന്ദർശനം എലിശബയുടെയും മറിയത്തിൻ്റെയും സന്ദർശനം പോലെ കൃപയുള്ളതാവണം. 3 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഇന്നീ പകൽക്കാലം കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, പരസ്പരം വന്ദനത്തിൻ്റെ സന്ദർശനമായിരുന്നു അത്. റെസ്പെക്ട്ഫുൾ വിസിറ്റേഷൻ. അമ്മ എലിസബത്തിനെ വന്ദിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഉള്ളിലുള്ള പിള്ള സന്തോഷത്തോടെ തുള്ളിച്ചാടി. എലിസബത്ത് മറിയത്തിനോട് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്, അതിന് എനിക്കെന്താണ് ഒരു യോഗ്യത? പരസ്പരം ബഹുമാനത്തോടെ ഉള്ള ഒരു സന്ദർശനമാവണം നമ്മുടെ ഓരോരുത്തരുടെയും കൂടിവരവുകൾ. രണ്ടാമത്, ആത്മീയ സന്ദർശനം, അതായത് സ്പിരിച്വൽ വിസിറ്റേഷൻ. യോഹന്നാനും എലിസബത്തും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. മൂന്നാമത്, കൃപ നൽകുന്ന ഒരു സന്ദർശനം, ഗ്രേസ്ഫുൾ വിസിറ്റേഷൻ. കൃപ നിറഞ്ഞ മറിയം കൃപ വഹിക്കുന്നവളായി അവൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോയപ്പോൾ ആ അന്തരീക്ഷം കൃപയുള്ളതായി തീർന്നു. എലിസബത്ത് തൻ്റെ വാർദ്ധക്യത്തിൽ ഗർഭിണിയായപ്പോൾ പല രീതിയിലുള്ള പ്രതികൂലങ്ങളും പ്രയാസത്തിൻ്റെ മധ്യത്തിൽ കൂടെ ഒക്കെ അവൾ കടന്നു പോയപ്പോൾ ഈ കൃപ വഹിച്ചവൾ അവളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ ഒരു ഇടം കൃപയുള്ളതായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും സന്ദർശനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് കൃപ പകരുന്നതൊന്നായി തീരണം. ഈ ലോകത്തിൽ ഉള്ള നമ്മുടെ അമ്മ നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട്. ആ അമ്മ നമ്മൾക്ക് വേണ്ടി തമ്പുരാനോട് മധ്യസ്ഥയായിട്ട് എല്ലായ്പ്പോഴും ഉണ്ട്. ആ അമ്മയുടെ ഉള്ളിലുള്ള വിളക്ക് ആകുന്ന ഒരു പ്രകാശം അവൾ ഈ ലോകത്തിലേക്ക് പകർന്നു കൊടുത്തതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിസ്തു എന്ന ഉള്ള പ്രകാശം നമ്മൾക്ക് നമ്മുടെ ചുറ്റും, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാവണം. ഈ ശൂന്യമായ പെരുന്നാൾ അതിനായിട്ട് നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ പരസ്പരമുള്ള സന്ദർശനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ അവർക്ക് നിറയുവാനും അതൊരു ബഹുമാനത്തിൻ്റെ ഒരു സൂചകമായി തീരുവാനും ഇടയാവണം. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.